വാർത്തകളിലേക്ക് വിശദമായി ബ്രഹ്മപുരത്തെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ആദ്യം ബ്രഹ്മപുരത്തെ തീയണഞ്ഞാലും അഴിമതിയുടെ തീയണയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കരാറിൽ വ്യാപക അഴിമതി നടന്നു, ആർക്കൊക്കെ പങ്കുണ്ടെന്ന് പുറത്തു കൊണ്ടുവരണം. വകുപ്പുകൾ നിഷ്ക്രിയമാണ്. തീയണയ്ക്കാൻ സംസ്ഥാനത്ത് സൗകര്യമില്ലെങ്കിൽ മറ്റു വഴികൾ തേടണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. ബ്രഹ്മപുരം ഗുരുതരമായ ആരോഗ്യ പ്രശ്നമായി മാറുകയാണ്. ഞാൻ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി നൽകിയ മറുപടി വാസ്തവവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നവും ഇല്ല എന്നാണ് മന്ത്രി നിയമസഭയിൽ വെള്ളിയാഴ്ച പറഞ്ഞത്. പക്ഷേ ശനിയാഴ്ച രാവിലെ നടക്കാനിറങ്ങിയ ഹൈക്കോടതി ജഡ്ജി പോലും ഛർദ്ദിക്കേണ്ട സ്ഥിതിയിലേക്ക് വിഷപ്പുക ശ്വസിച്ച് ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്കും വന്നു. വ്യാപകമായി ആളുകൾ തലചുറ്റി വീഴുകയാണ്. ഈ വിഷപ്പുക ശ്വസിച്ചിട്ട് വിഷപ്പുക തങ്ങി നിൽക്കുകയാണ്. ഒരു പ്രദേശത്ത് കൊച്ചി നഗരത്തിൽ മാത്രമല്ല പരിസര പ്രദേശങ്ങളിലും സമീപ ജില്ലകളിലേക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ പുക പോവുകയാണ്. അപ്പോൾ ആരോഗ്യ അടിയന്തരാവസ്ഥയാണ് അടിയന്തരമായിട്ട് ഈ പ്രദേശത്ത് പ്രഖ്യാപിക്കേണ്ടത്. കരാറുകാർ ചെയ്തിട്ടുള്ള ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഈ തീ അണഞ്ഞാലും അഴിമതിയുടെ തീ അവിടെ അണയുന്നില്ല. വ്യാപകമായ അഴിമതിയാണ് ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് ബ്രഹ്മപുരത്ത് നടന്നിരിക്കുന്നത്. അത് ആരെല്ലാം പങ്കാളികളാണെങ്കിലും അവരെ എല്ലാം പുറത്തു കൊണ്ടുവരണം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീപിടുത്തം ആകസ്മികമായി ഉണ്ടായ തീപിടുത്തമല്ല എന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പ്രധാന കരാറെടുത്തത് വൈക്കം വിശ്വന്റെ മകനാണ്. കെ.പി.സി.സി ജനറൽ സെക്രട്ടറി വേണുഗോപാലിന്റെ മകനാണ് ഉപകരാറെടുത്തത്. വലിയ അഴിമതി നടന്നെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ബ്രഹ്മപുരത്തുണ്ടായത് ആകസ്മികമായ ഒരു തീപിടുത്തമല്ല. ശരിയായ അന്വേഷണം ആവശ്യമുള്ള സംഭവമാണ്. ഇതിന് പിന്നിൽ നൂറുകണക്കിന് കോടി രൂപയുടെ കൊടുക്കൽ വാങ്ങലുകളാണ് നടന്നിട്ടുള്ളത്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും നഗരവികസന മന്ത്രാലയത്തിൻ്റെയും എല്ലാ നിർദ്ദേശങ്ങളും മറികടന്നുകൊണ്ടാണ് കൊച്ചിൻ കോർപ്പറേഷൻ ഈ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മരുമകന് കരാർ കിട്ടിയതിൽ ദുരൂഹതയുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ എന്ന് സിപിഎം നേതാവ് വൈക്കം വിശ്വൻ. തന്റെ ബന്ധുക്കൾക്കോ വേണ്ടപ്പെട്ടവർക്കോ വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി നൽകിയ അനുഭവമില്ലെന്നും വൈക്കം വിശ്വൻ പറഞ്ഞു. അവർ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷമാണ് അങ്ങനെ ഒരു പരിപാടി അവർക്ക് അവിടെ ഉണ്ടെന്നറിഞ്ഞത്. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇനി വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ എന്നൊന്നും ഒരു പൊതുപ്രവർത്തനം എന്ന രീതിയിൽ വേറെ പ്രശ്നമില്ല. മുഖ്യമന്ത്രി അങ്ങനെ സൗഹൃദത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല. മുഖ്യമന്ത്രിയോട് ഒരു കാര്യവും പറഞ്ഞില്ലെന്നല്ല, പൊതുക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മറ്റു ചിലരുടെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുടുംബാംഗങ്ങളും മറ്റു കാര്യങ്ങളും അത് ഞാൻ പറഞ്ഞിട്ടില്ല. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ വിഷയം ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. ജില്ലാ കളക്ടർ നിർബന്ധമായും ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ബ്രഹ്മപുരം പ്ലാന്റിൽ നിന്ന് ഉയരുന്ന പുക 2 ദിവസത്തിന് അകം ശമിപ്പിക്കാൻ കഴിയുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒരു വശത്ത് രാഷ്ട്രീയ വിവാദം ഇങ്ങനെ കടുക്കുകയാണ്, ഒപ്പം തന്നെ കോടതി 2ാം ദിവസവും ഹൈക്കോടതിയിൽ ഈ വിഷയം എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കളക്ടറോട് ഹാജരാകാൻ പറഞ്ഞിരുന്നെങ്കിൽ കൂടിയും കളക്ടർ ഹാജരായില്ല. ഇന്ന് ഹാജരാകണമെന്ന് കർശന നിർദ്ദേശം നൽകിയ സാഹചര്യം കൂടിയുണ്ട്. എന്താണ് കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്? കോടതി നഗരത്തിലെ ഈ മാലിന്യ സംസ്കരണം എന്ന വിഷയം വളരെ ഗൗരവമായി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു ഇടങ്ങളിൽ എന്ത് നടക്കുന്നു എന്നത് സംബന്ധിച്ചും ഒരു അന്വേഷണത്തിലേക്ക് തന്നെ ഹൈക്കോടതി കടക്കുന്നു എന്ന് തന്നെയാണ് ഇന്നലത്തെ പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കൊച്ചിൻ കോർപ്പറേഷന്റെ മാലിന്യ സംസ്കരണം ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടം അതിന് ഉണ്ടായാൽ പോലും അത് അത്ഭുതപ്പെടാനില്ല. കാരണം ആ രീതിയിലായിരുന്നു ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരാമർശങ്ങൾ ഉണ്ടായത്. ജില്ലാ കളക്ടറോട് തന്നെ ഇന്ന് നേരിട്ട് വന്ന് ഇവിടെ ഹാജരാകണമെന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഹൈക്കോടതിയുടെ ഒരു വലിയൊരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നത് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 5 ദിവസത്തിലധികമായി ഈ പുകയും അതോടൊപ്പം തന്നെ തീയും എല്ലാം തന്നെ ബ്രഹ്മപുരത്തുണ്ടാകുന്നു. അത് കൊച്ചി നഗരവാസികൾ ഒന്നടങ്കം അത് ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടു സമീപ ജില്ലകളിലേക്ക് വരെ എത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ തരത്തിലാണ്
എത്തിയപ്പോഴാണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകുന്നത്. ഇന്നെന്തായാലും കളക്ടറോട് ഉച്ചയ്ക്ക് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റേ മലിനീകരണ നിയന്ത്രണ ബോർഡിനെയും കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിയോട് തന്നെയും വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിലപാടും നിരീക്ഷണവുമെല്ലാം ഇതിൽ പ്രഖ്യാപിക്കും. ഇതുവരെ നടത്തിയ നടപടികൾ അതെന്താണ് എന്നത് സംബന്ധിച്ച വിശദീകരിക്കാനടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ അവിടുത്തെ കരാർ നൽകിയ സംസ്കരണം സംബന്ധിച്ച കരാർ നൽകിയതിനെ സംബന്ധിയായിട്ട് വിവിധ രാഷ്ട്രീയ നിലപാടുകൾ തന്നെ പ്രമുഖ നേതാക്കൾ അതുമായിട്ട് തന്നെ പുറത്ത് വരുന്ന അതുകൊണ്ട് വലിയൊരു രാഷ്ട്രീയ വിവാദ വിഷയമായിട്ട് തന്നെ ഈ ഇവിടുത്തെ ബ്രഹ്മപുരം തമ്മിലെ കരാറും ഉയർന്നു വരികയാണ്. എന്തായാലും ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ കൂടിയാകുന്നതോടെ ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങളിലേക്ക്, കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക്, സംസ്കരണം സംബന്ധിച്ചുള്ള കൂടുതൽ നിലപാടുകളിലേക്ക് കോർപ്പറേഷനും എത്തേണ്ടി വരും. തന്നെയാണ്. തീർച്ചയായും ഡാനിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസവും കേസ് പരിഗണിച്ചപ്പോൾ രൂക്ഷ വിമർശനമായിരുന്നല്ലോ ഡാനി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം മാലിന്യ ബോർഡ് ചെയർമാൻ അടക്കം ഹാജരായിരുന്നു, നഗരസഭാ സെക്രട്ടറിയും വിഷയത്തിൽ ഹാജരായിരുന്നു. പക്ഷേ കളക്ടർ മാത്രം കഴിഞ്ഞ ദിവസം ഹാജരായിരുന്ന ആ വിഷയത്തിലടക്കം ഹൈക്കോടതി രൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചത്. കളക്ടർ ഇന്ന് ഹാജരാണ്. ഇന്നിപ്പോൾ 3 പേരും കോടതിയിൽ ഹാജരാകുന്നു. ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണവും നടപടിക്രമങ്ങളും ഏത് രീതിയിലാകുന്നുള്ള കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടായേക്കുമല്ലേ കോടതിയിൽ നിന്ന്? തീർച്ചയായും ഇതുണ്ടാകും. അത് മാത്രവുമല്ല, ജൂൺ 6 ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായ നിലപാട് ഇത് എന്താണ് സംഭവിക്കുന്നത് സംബന്ധിച്ച് സമർപ്പിക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. അതിനു മുന്നായിട്ട് ഇന്ന് ഇതുവരെ സ്വീകരിച്ച നടപടികൾ ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നത് സംബന്ധിച്ചെല്ലാം തന്നെ ഹൈക്കോടതിക്ക് മുൻപാകെ വിശദീകരിക്കണം. ഇതിൽ കൃത്യമായ രീതിയിൽ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കൊച്ചി ഗ്യാസ് ചേമ്പറിനകത്ത് ജീവിക്കുന്ന ഒരു ജനത എന്ന രീതിയിലാണ്, സമാനമായ രീതിയിലാണ് ഹൈക്കോടതി പറയുകയും ചെയ്തത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കോടതി ഇടപെടൽ അത് ഒരുപക്ഷെ ഈ പൊതുജനം പോലും അത് ആഗ്രഹിക്കുന്നു എന്നതാണ് അതിലൊരു യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്. മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പലരും തന്നെ ഈ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ, ഇത്ര കാലം ഇതെന്ത് ചെയ്യുകയായിരുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങളോട്, അങ്ങനെ ഒരു പൊതുനിരത്തിൽ നിന്ന് ഒരാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് സംബന്ധിച്ച് നിലനിൽക്കുന്ന സംശയങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ് ഹൈക്കോടതി ഇത് സംബന്ധിച്ച് ചോദിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിലപാടുകൾ കൃത്യമായി ഹൈക്കോടതിക്ക് മുൻപാകെ കോർപ്പറേഷനും മറ്റ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ വിശദീകരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശാശ്വതമായ നടപടികൾ ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്ന് തന്നെയാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അത് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് മുൻപാകെ ഇന്ന് പറയേണ്ടി വരികയും ചെയ്യും. തീർച്ചയായും ഡാനിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തവും മാലിന്യനിർമ്മാർജ്ജനവുമായി എല്ലാം ബന്ധപ്പെട്ട കേസുകൾ ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. ഉച്ചയ്ക്ക് 1:45 കേസ് പരിഗണിക്കുക. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാനി പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ ലൈഫ് മിഷൻ കോഴ കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ ഇന്ന് ഇഡിക്ക് മുന്നിൽ വീണ്ടും ഹാജരായിട്ടുണ്ട്. രാവിലെ കൊച്ചിയിൽ 8 മണിയോടെയാണ് അദ്ദേഹം ഇഡി ഓഫീസിലെത്തി ചോദ്യം ചെയ്യലായി ഹാജരായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. 2ാം ദിവസത്തിലേക്ക് എത്തുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ MS അനീഷ് കുമാർ പങ്കുവയ്ക്കും. അനീഷ, ഇപ്പോൾ ചോദ്യം 2ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. എന്ത് പ്രതീക്ഷിക്കണം? എങ്ങനെയാണ് സാധ്യതകൾ? രഞ്ജിനി, ഇന്നലെ രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ CM രവീന്ദ്രനെ ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷം വിട്ടയച്ച് വീണ്ടും പിന്നീട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് അറിയിച്ചിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് ഇന്നും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. രാവിലെ 8 മണിയോടുകൂടി തന്നെ CM രവീന്ദ്രൻ ഇഡി ഓഫീസിൽ എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം 9:00 ഉദ്യോഗസ്ഥരൊക്കെ എത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ചോദ്യം ചെയ്യൽ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട കൂടുതൽ ചില വിവരങ്ങൾ, കൂടുതൽ വ്യക്തത ചില കാര്യങ്ങളിൽ അനിവാര്യമാണ് എന്ന് ഇഡി വ്യക്തമാക്കുന്നു. ഒപ്പം ഈ മൊഴി നൽകിയതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ വ്യക്തതയ്ക്കായി അധികൃതർ ചോദിച്ചിട്ടുമുണ്ട്. പ്രധാനമായും സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച് ലൈഫ് മിഷൻ കരാറ് യൂണിടാക്ക്, സന്തോഷ് ഈപ്പൻ്റെ യൂണിടാക്ക് കമ്പനിക്ക് ലഭിച്ചത് ഈ CM രവീന്ദ്രൻ്റെ ഇടപെടലുകളെ തുടർന്നാണ് എന്നാണ് സ്വപ്ന പറഞ്ഞത്. ഇക്കാര്യത്തിൽ ശിവശങ്കറും രവീന്ദ്രനും തമ്മിൽ കൃത്യമായ ആലോചനകൾ നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. ഒപ്പം ശിവശങ്കറും സ്വപ്ന സുരേഷും തമ്മിൽ നടത്തിയ ചില സ്വകാര്യ ചാറ്റുകൾ പുറത്തു വന്നിരുന്നു. ഈ ചാറ്റിലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില ഇടപെടലുകൾ CM രവീന്ദ്രൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായും ഇഡി പരിശോധിച്ച് വരുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷവും CM രവീന്ദ്രനെ വിട്ടയക്കാനുള്ള സാധ്യതകൾ കാണുന്നു. പിന്നീട് CM രവീന്ദ്രൻ്റെ മൊഴി പൂർണ്ണമായും പരിശോധിക്കും. ഒപ്പം ഈ കേസിൽ നേരത്തെ തന്നെ പ്രതി ചേർക്കപ്പെട്ട
മറ്റ് ആളുകളുടെ മൊഴിയും CM രവീന്ദ്രൻ്റെ മൊഴിയും തമ്മിൽ പരിശോധിച്ച് അതിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയാൽ വീണ്ടും CM രവീന്ദ്രനെ വിളിച്ചു വരുത്തുന്നതിനോ അല്ലെങ്കിൽ ഈ കേസിൽ പ്രതി ചേർക്കുന്നതിനുള്ള സാധ്യതകളാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. അങ്ങനെ പ്രതി ചേർക്കപ്പെടുകയാണെങ്കിൽ പിന്നീട് ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ, അതായത് തടവിൽ വെച്ച് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതിനുശേഷം ഒരുപക്ഷെ മുഖ്യമന്ത്രി അടക്കമുള്ളവരിലേക്ക് അന്വേഷണം നീളുമോ എന്നതാണ് ഈ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ സംബന്ധിച്ച് ഈ CM രവീന്ദ്രനെ ചോദ്യം ചെയ്യൽ ഏറെ നിർണായകമാക്കുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചെന്തായാലും CM രവീന്ദ്രൻ ഇടിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നു. നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ പെൺകുട്ടികൾക്കെതിരായി P ജയരാജന്റെ പരാമർശത്തെ പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആൺകുട്ടികളെ പോലെ പെൺകുട്ടികൾ നടന്നാൽ പ്രതിഷേധങ്ങളിൽ പോലീസിനെ തിരിച്ചറിയാൻ കഴിയില്ല എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. P ജയരാജനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. സ്ത്രീ വിരുദ്ധമായ പരാമർശം EP നടത്തിയിട്ടും ഒരു വനിതാ സംഘടനയ്ക്കും പരാതിയില്ലെന്നും സതീശൻ പറഞ്ഞു. പെൺകുട്ടികൾ പാന്റ് ഷർട്ട് വിട്ടു ക്രോപ്പ് ചെയ്തിട്ട് ആൺകുട്ടികളെ പോലെ ഇറങ്ങിയാടുന്നൊരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് കേരളത്തിൽ ആക്ഷേപം ചൊരിഞ്ഞിട്ട് ഒരു വനിതാ നേതാക്കന്മാരും ഒരു വനിതാ സംഘടനയും പ്രതികരിച്ചില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. എന്നാലോചിച്ച ആ സെന്റൻസ്, പെൺകുട്ടികൾ പാന്റ് ഷർട്ട് വിട്ട് എന്നാൽ ഇടാൻ പാടില്ല, പാന്റ് ഷർട്ട് ഇടാൻ പാടില്ല. പെൺകുട്ടികൾ ക്രോപ്പ് ചെയ്ത് മുടി ക്രോപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. മുടി ക്രോപ്പ് ചെയ്ത് ആൺകുട്ടികളെ പോലെ ഇറങ്ങിയിരിക്കുകയാണ് സമരത്തിന് ഇറങ്ങാൻ പാടില്ല. ആൺകുട്ടികൾക്ക് മാത്രം സമരത്തിന് ഇറങ്ങാൻ പാടില്ല, പെൺകുട്ടികൾക്ക് സമരത്തിന് ഇറങ്ങാൻ പാടില്ലേ. അപ്പോൾ ഈ വാക്കുകളൊക്കെ സ്ത്രീ വിരുദ്ധമായ വാക്കുകളാണ്. കേരളത്തിലെ CPMന് ഈ വനിതാ ദിനത്തിനുള്ള ആശംസകൾ നേർന്നുകൊണ്ടുള്ള വാക്കുകളായിട്ട് കണ്ടാൽ മതിയാണ്. എന്നിട്ട് ഒരു വനിതാ സംഘടനയ്ക്ക് ഒരു പ്രശ്നമില്ല, ഒരു പരാതിയില്ല, ഒരു പരിഭവമില്ല. ഇന്ന് വനിതാ ദിനം. വനിതാ ദിനം വ്യത്യസ്തമാക്കിയിരിക്കുകയാണ് വയനാട്ടിലെ വനിതാ കൂട്ടായ്മ. വയനാട് മേപ്പാടിയിലുള്ള ചെമ്പ്ര പീക്കിലേക്കാണ് വനിതാ യൂട്യൂബേഴ്സും ബ്ലോഗർമാരും മാധ്യമപ്രവർത്തകരും ട്രക്കിംഗ് നടത്തി വനിതാ ദിനം വ്യത്യസ്തമാക്കിയിരിക്കുന്നത്. സൗത്ത് വയനാട് DFO ഷജ്ന കരീമിന്റെ നേതൃത്വത്തിലായിരുന്നു ട്രക്കിംഗ്. രാവിലെ താഴ്വാരത്തു നിന്നും വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് പതിയെ ഉയരങ്ങളിലേക്ക്. കയ്യിൽ കരുതിയ വെള്ളം കുടിച്ചും പഴങ്ങൾ കഴിച്ചും ഹൃദയ തടാകം ലക്ഷ്യം വെച്ച് നീങ്ങി. പ്രതീക്ഷിച്ചതും നേരത്തെ ചെമ്പ്രമല മുകളിലെത്തിയതിന്റെ സന്തോഷവും എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. വനിതാ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ കയറിയ ചെമ്പ്ര പീക്ക് അടിപൊളി ഒരു വൈബായിരുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചാല് നമ്മളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ആദ്യമേ കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അനുഭവപ്പെട്ടു. എന്നാലും ആ കാഴ്ചകൾ കണ്ട് മേളിലോട്ട് പോകുന്തോറും നമുക്ക് അത് മനോഹരമായ ഈ കാഴ്ചകൾ, ഈ സീനിയർ തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും മേള് വരെ പോയത്. അത്രയ്ക്കും മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമ്മൾ അനുഭവിച്ചത്. ഹൃദയ തടാകത്തെ വലം വെച്ച് ക്യാമ്പ് അംഗങ്ങൾ ഉയരങ്ങളിൽ നിന്ന് താഴ്വര കാഴ്ചകൾ കണ്ടു. കുട്ടികളുമായി ചെമ്പ്രമല കയറുവരും കൂട്ടത്തിലുണ്ടായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ അവിടുന്ന് കയറുന്ന സമയത്ത് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. കുട്ടിനെയും കൊണ്ടൊക്കെ കയറുന്ന സമയത്ത് അവര് പറയുന്നുണ്ടായിരുന്നു കുട്ടിനെയും കൊണ്ട് കയറേണ്ട, നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അത്ര പറഞ്ഞ അത്ര ഒരു ടഫ്നെസ് നമുക്ക് ഫീൽ ചെയ്തില്ല. ഓരോ 5 മിനിറ്റ്സ് നിർത്തിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കയറി കാണേണ്ട ഒരു വ്യൂ തന്നെയാണ്. അടിപൊളി സ്പോട്ടാണ് സീരിയസ്ലി. ചെമ്പ്രയിലെ കാഴ്ചകൾക്ക് ശേഷം കാന്തൻപാറ വെള്ളച്ചാട്ടവും കണ്ട ശേഷമാണ് സംഘം മടങ്ങിയത്. ന്യൂസ് 18 വയനാട്. ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിൽ വിജയം കൈവരിച്ച ശോഭ ജയനെ ഇനി പരിചയപ്പെടാം. കടലിനെയും കരയെയും ചേർത്ത് വെച്ച് സ്വന്തമായി ഉപജീവനം കണ്ടെത്തുകയാണ് ഈ വീട്ടമ്മ. വയനാട് ഒഴക്കൊടി മക്കിക്കൊലി സ്വദേശിയാണ് ശോഭ ജയൻ. വയനാട് മാനന്തവാടിയിൽ നിന്നും കൊയിലാണ്ടി വരെ ഗുഡ്സ് ഓട്ടോറിക്ഷയും ഓടിച്ച് അവിടെ നിന്നും നല്ല മത്സ്യങ്ങൾ എത്തിച്ച് ആവശ്യക്കാർക്ക് നൽകുകയാണ് മാനന്തവാടി ഒഴക്കോടിയിലെ ശോഭ. ആദ്യം 23 കസ്റ്റമേഴ്സിൽ തുടങ്ങി ഇപ്പോൾ 500-ലധികം സ്ഥിരം ആവശ്യക്കാരുണ്ട്. ഓർഡറുകൾ അനുസരിച്ചും അല്ലാതെയും 10-ൽ പരം മത്സ്യങ്ങളാണ് എത്തിച്ചു നൽകുന്നത്. വർഷങ്ങളായി ഭർത്താവ് ജയൻ മത്സ്യക്കച്ചവടം നടത്തിയിട്ടും ജീവിതം മുന്നോട്ടു പോകുന്നത് പ്രയാസമായിരുന്നു. തുടർന്നാണ് ശോഭയും കച്ചവടത്തിന് ഒപ്പം കൂടിയത്. ഭർത്താവിൻ്റെയും മക്കളുടെയും സഹകരണത്തോടു കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ബിസിനസ് ചെയ്യുന്നത്. വണ്ടി ഓടിച്ച് പോയി മീനൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും. തോണിക്കാരുടെയും പിന്നെ വഞ്ചിക്കാരുടെയും മീൻ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ.
ബോട്ടിൻ്റെയും വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരുന്ന മീനുകളൊന്നും എടുക്കാറില്ല. ഏതൊരു സ്ത്രീക്കും എന്തിനു സാധിക്കും എന്നുള്ള അവരുടെ മനോധൈര്യവും ബലവുമാണ്. ഒരു സ്ത്രീ ഇറങ്ങി തിരിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ ഒരുപാട് വിജയങ്ങളിൽ എത്താമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പിന്തുണയോടെ പുതിയ രീതിയിൽ തുടങ്ങിയ മത്സ്യക്കച്ചവടം മികച്ച വിജയമാണ്. ശോഭയ്ക്ക് പിന്തുണയുമായി ഭർത്താവ് ജയനും മക്കളുമുണ്ട്. ഒഴിവു സമയങ്ങളിൽ അമ്മയെ സഹായിക്കാനും ഓർഡറുകൾ എടുക്കുവാനും മക്കളും മുൻപന്തിയിലാണ്. ന്യൂസ് 18 വയനാട്. വനിതകൾ സ്വയം തൊഴിലിനെ കുറിച്ച് ആലോചിച്ചു പോലും തുടങ്ങാത്ത കാലത്ത് തന്റെ സ്വപ്നങ്ങളിലേക്ക് പറന്നുയർന്ന രാധാംബികയെ പരിചയപ്പെടാം. ശാരീരിക പരിമിതികളെ പോലും മറികടന്ന് ബഹിരാകാശ കമ്പനികൾക്ക് വേണ്ടി സർക്യൂട്ട് ബോർഡ് നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് രാധാംബിക. സ്വയം സംരംഭങ്ങളെക്കുറിച്ച് സ്ത്രീകൾ ആലോചിച്ചു പോലും തുടങ്ങുന്നതിന് മുൻപ് ശാരീരിക പരിമിതികൾ മറികടന്ന് പരിഹസിച്ചവർക്ക് മുന്നിൽ സംരംഭകയായി തല ഉയർത്തി നിന്നു രാധാംബിക. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ സ്കൂളിലെല്ലാം പോകുമ്പോൾ എല്ലാവരും കളിയാണ്, എന്നെല്ലാം വിളിച്ച് കളിയാണ്. അപ്പോൾ സ്കൂളിൽ തന്നെ പോകണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ +2 വരെ എങ്ങനെയെങ്കിലും എല്ലാം പോയി. അത് കഴിഞ്ഞിട്ട് വീട്ടിലിരുന്നപ്പോഴാണ് അച്ഛനും അമ്മയ്ക്കും നമ്മളൊരു ബുദ്ധിമുട്ട്, അവർക്ക് എപ്പോഴൊരു ദുഃഖം തന്നെ. നമ്മളെ കാര്യം ഓർത്ത് ഇനി ഇവളെന്ത് ഇവ കെട്ടി അയക്കാൻ പറ്റില്ല, അങ്ങനെയെല്ലാം എപ്പോഴും അവർക്ക് ദുഃഖമാണ്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു വഴി കാണണമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഹാൻഡിക്യാപ്ഡ് സെൻ്ററായ 4ാം തരം വൊക്കേഷൻ റിഹാബിലിറ്റേഷൻ സെൻ്റർ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എംപ്ലോയ്മെൻറ്റിൽ നിന്നൊരു കാർഡ് വന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ തൊഴിലില്ലാങ്കർക്ക് തൊഴിൽ പരിശീലനം ഉണ്ട്. അങ്ങനെ അവിടെ പോയപ്പോഴാണ് നമ്മളെ പോലെ കുട്ടികൾ ധാരാളം ഉണ്ട്. അപ്പം മനസ്സിനൊരു സമാധാനം. മറ്റത് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ വിചാരമായിരുന്നു. പിന്നെ വെളിയിൽ ഇറങ്ങുമ്പോൾ ഇങ്ങനെ കളിയാക്കാൻ പിന്നെ മുട്ടി പിടിച്ചാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം പെട്ടെന്ന് നടക്കുമ്പോൾ ഒന്ന് വിളയും ചെയ്യും. അപ്പം അതെല്ലാം ബുദ്ധിമുട്ടാണ്. അവിടെ വന്നപ്പം നമ്മളെ പോലെ കുട്ടികളെ കണ്ടപ്പോൾ മനസ്സിനൊരു ആശ്വാസം. താൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ തന്റെ സഹപ്രവർത്തകർക്കുണ്ടാകാതിരിക്കാൻ അങ്ങനെ താങ്ങും തണലുമായി. കുട്ടികളെ എടുക്കുമ്പോഴേ ഞാൻ പറയും, നിങ്ങൾ പഠിച്ച് നിങ്ങൾ നല്ലതായാൽ വീട്ടുകാർക്ക് നമ്മളൊരു ബുദ്ധിമുട്ടാവാതിരിക്കുള്ളൂ. അപ്പം അങ്ങനെ ഹാൻഡിക്യാപ്ഡ് തന്നെ അധികം എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാവരും ഹാൻഡിക്യാപ്ഡിനെ എടുക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഹെൽപ്പിന് ഒരാൾ വേണം. അതുകൊണ്ട് ഇപ്പം ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. ഒട്ടും വൈകിയില്ല. ഒരുപാടധികം അംഗീകാരങ്ങൾ രാധാംബികയെ തേടിയെത്തി. പ്രിന്റഡ് സർക്യൂട്ടുകൾ നിർമ്മിച്ചു നൽകുന്ന ISROയുടെയും VSSCയുടെയും പുറം കരാറുകൾ ഏറ്റെടുത്ത് നടത്തുന്ന സംരംഭത്തിന് 1983 തുടക്കം കുറിച്ച രാധാംബികയ്ക്ക് ഇന്ന് 63 വയസ്സുണ്ട്. നമ്മൾ ആരും എന്ത് ജോലി ചെയ്യണമെന്ന് അവരൊരു നമുക്കൊരു തീരുമാനം എടുത്ത് അതിലോട്ട് മുന്നോട്ട് പോയാൽ വിജയിക്കാൻ പറ്റും. എൻ്റെ അന്ന് നമുക്കൊരു സഹായം ഇല്ലായിരുന്നു. തൻ്റെയോടത്തോടെ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോഴുള്ള പിള്ളേർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഉറച്ച് നിൽക്കണം. മറ്റുള്ളവർ പറയുമ്പോൾ അതിൽ ചാഞ്ചാവടാതിരുന്ന പ്രശ്നമില്ല. പരിഹാസവും പരിമിതികളും ചിറകുകളാക്കി രാധാംബിക പറന്നുയർന്നത് തന്റെ സ്വപ്നങ്ങളിലേക്കാണ്. ഇന്നത്തെ കാലത്ത് സ്വപ്നം കീഴടക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു പെൺകുട്ടിക്കും രാധാംബിക പ്രചോദനവും മാതൃകയുമാണ്. കൃഷ്ണപ്രസാദിനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. പിതാവ് മരിച്ചതോടെ 20ാമത്തെ വയസ്സിൽ ഹിന്ദുസ്ഥാൻ ലിവർ ഉൽപ്പന്നങ്ങളുടെ മൊത്ത വിതരണക്കാരിയായതാണ് കോഴിക്കോട് പറമ്പിൽ ബസാർ സ്വദേശിനി വിദ്യ രമേശ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടറായ വിദ്യയാണ് കോഴിക്കോട്, വയനാട് ജില്ലകളിലേക്കുള്ള മൊത്ത ഉൽപ്പന്നങ്ങളുടെയും വിതരണ ചുമതലക്കാരി. അപ്രതീക്ഷിതമായിരുന്നു പിതാവിൻ്റെ വിയോഗം. വിദ്യ അന്ന് ഡിഗ്രിക്ക് പഠിക്കുന്നു. സഹോദരൻ വിഘ്നേഷ് 10ാം തരം വിദ്യാർത്ഥിയും. ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും പിതാവ് രമേഷിൻ്റെ ബിസിനസ് നേർവഴിക്ക് കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തി. അങ്ങനെ ഹിന്ദുസ്ഥാൻ ലിവർ ഉൽപ്പന്നങ്ങളുടെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടറായി വിദ്യ രമേഷ്. പലചരക്ക് കട മുതൽ സൂപ്പർ മാർക്കറ്റുകൾ വരെ 2500 ഷോപ്പുകളിൽ സാധനങ്ങൾ എത്തിക്കുന്നതിൻ്റെ ചുമതല ഇപ്പോൾ വിദ്യയ്ക്കാണ്.
I think being an entrepreneur have made me a better person. കാരണം ആ രീതിയിലുള്ള നമുക്ക് ചാലഞ്ചസ് ആണെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ആണെങ്കിലും നമ്മളെ ഭയങ്കര കോൺഫിഡൻ്റ് ആക്കി. ഐ തിങ്ക് ലൈഫിനോടുള്ളൊരു പെർസ്പെക്റ്റീവ് തന്നെ ഒരു മാറിയൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 100 ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് 26-കാരിയായ വിദ്യയുടെ കീഴിൽ. പ്രതിമാസം കോടികളാണ് ടേൺ ഓവർ. ജോലിക്കാരിൽ സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നു. സ്ത്രീയായാലും പുരുഷനായാലും തുല്യ ജോലിക്ക് തുല്യ വേതനം. അതാണ് വിദ്യയുടെ ലൈൻ. അമ്മ ജയന്തി എന്തിനും ഒപ്പമുണ്ട്. ഭർത്താവ് രാജുകൃഷ്ണയുടെ പിന്തുണയും. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. എല്ലാ സ്ത്രീകളുടെയും ആവശ്യങ്ങളെയും അവർക്ക് ലഭിക്കേണ്ട നീതിയെയും നമുക്ക് തുല്യനിലയിൽ അളന്നെടുക്കുവാൻ സാധിക്കുകയില്ല. ജാതിപരമായ, മതപരമായ, വംശപരമായ, വർഗപരമായ, ഭാഷാപരമായ, ലിംഗപരമായ, കാലാവസ്ഥാപരമായ, ഭൂമിശാസ്ത്രപരമായ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടാണ് ഒരു സ്ത്രീക്ക് നീതി ലഭിക്കുന്നത്. നീതി അവളെ പുൽകുന്നതാവട്ടെ ഇത്തവണത്തെ വനിതാ ദിനം കൊണ്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. ഈ വനിതാ ദിനം മുന്നോട്ട് വെക്കുന്ന എംപ്രൈസ് ഇക്വിറ്റിയെയും ഞാനും ഹൃദയം കൊണ്ട് പുൽകുന്നു. ആ ഗാഠ ആലിംഗനം എല്ലാവരിലേക്കും എത്തിക്കുവാൻ കൂട്ടുചേരുകയും ചെയ്യും. എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ. കിലോമീറ്ററുകൾ താണ്ടി സ്വയം പാകം ചെയ്ത പലഹാരങ്ങൾ ആവശ്യക്കാർക്ക് വേണ്ടി എത്തിച്ചു നൽകുകയാണ് ഇരുമ്പളിയം സ്വദേശി സുചിത്ര. സുചിത്രയുടെ വിശേഷങ്ങളിലേക്ക്. അതിരാവിലെ വീട്ടുജോലികൾ തീർത്ത സുചിത്ര തന്റെ സ്പെഷ്യൽ ചേരുവകൾ ചേർത്തുകൊണ്ടുള്ള ഉണ്ണിയപ്പം, അരിയുണ്ട, ശർക്കര ഉപ്പേരി തുടങ്ങിയവ പാകം ചെയ്യാൻ തുടങ്ങും. മനസ്സും സമയവും എല്ലാം പിന്നെ സുചിത്ര ഇതിനായി മാറ്റിവെക്കും. അതുമാത്രമല്ല, താനുണ്ടാക്കിയ വിഭവങ്ങൾക്കെല്ലാം കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം പേരുണ്ടാകും ഓരോ ദിക്കിലും. ഇവരിലേക്കെല്ലാം തയ്യാറാക്കിയ വിഭവങ്ങൾ കൃത്യസമയത്ത് എത്തിക്കണം. അതിനായി സുചിത്ര തന്റെ സ്കൂട്ടറിൽ യാത്ര ആരംഭിക്കും. മഞ്ചേരി, മലപ്പുറം, തിരൂര്, പൊന്നാനി, ഒറ്റപ്പാലം, പെരിന്തൽമണ്ണ, പട്ടാമ്പി ഇവിടങ്ങളിലൊക്കെ ഗവൺമെൻറ് ഓഫീസുകൾ, കോടതികൾ, ഗവൺമെൻറ് ഓഫീസുകളിലാണ് പോവാറ്. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ വരുന്ന സ്കൂളുകളിൽ പോവാറുണ്ട്. എടരിക്കോട്, അങ്ങനെ എല്ലാ സ്കൂളുകളിലും എത്താറുണ്ട്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലായി കോടതികൾ, സ്കൂളുകൾ, മറ്റ് സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിലേക്കെല്ലാമാണ് സുചിത്ര ഇവയെ എത്തിക്കുന്നത്. സ്ഥിരമായി വാങ്ങുന്നവർ ഒരു ദിവസം സുചിത്രയെ കണ്ടില്ലെങ്കിൽ വിളിച്ച് പരിഭവം പറയും. അതുകൊണ്ട് നിശ്ചിത ദിവസം കൊണ്ട് ഓരോ പ്രദേശങ്ങളിലും സുചിത്ര ഓടി നടന്നാണ് ഇവയെ എത്തിക്കുന്നത്. അപ്പൊ നമ്മൾ സാധനങ്ങൾക്ക് വില കൂട്ടുക, ആവശ്യക്കാർക്ക് വിലയല്ല വിഷയം, നല്ല സാധനം വിപണിയിൽ കിട്ടുക എന്നുള്ളതാണ്. ഞാൻ കൊടുക്കുന്ന സ്ഥലത്തൊക്കെ അങ്ങനെയാണ് അവര് വിലയല്ല വിഷയം, സാധനം നന്നായി കൊടുക്കുക എന്നുള്ളതാണ്. 8 വർഷമായി സുചിത്ര ശ്രീകൃഷ്ണ ഫുഡ് പ്രോഡക്ട്സ് എന്ന പേരിൽ ആവശ്യ വസ്തുക്കൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. സാമ്പാർ പൊടി, രസപ്പൊടി, ചമ്മന്തിപ്പൊടി എന്നിവയും സുചിത്ര തയ്യാറാക്കി നൽകുന്നുണ്ട്. സ്കൂളുകളിൽ വാർഷിക പരിപാടികളിലും ഓണക്കിറ്റുകളിലും സുചിത്രയുടെ പലഹാരങ്ങൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. എല്ലാ സ്ത്രീകളും തൊഴിൽ മേഖലയിൽ മുന്നോട്ട് വരണമെന്നുമാണ് സുചിത്രയ്ക്ക് പറയാനുള്ളത്. ലാഭമാണ്. എന്താ വെച്ചാൽ നമ്മൾ മെനക്കെടണം, അധ്വാനിക്കുന്നവർക്ക് മാത്രം തന്നെ പറ്റുള്ളൂ. നമ്മൾ ഉണ്ടാക്കിയോണ്ട് മാത്രം കാര്യമില്ല, വിപണനം നമുക്ക് നിർബന്ധമാണ്. അപ്പം അതിന് നമ്മൾ ഇറങ്ങുന്നെ വേണം, വീട്ടിലിരുന്നു കൊണ്ടൊന്നും നടക്കില്ല. വിലക്കയറ്റം വിലങ്ങുതടിയായി നിൽക്കുന്നുണ്ടെങ്കിലും നല്ല ഗുണമേന്മയുള്ള സാധനങ്ങൾ കൊടുത്താൽ വില നോക്കാതെ ആവശ്യക്കാർ കൂടെയുണ്ടാകുമെന്നാണ് സുചിത്രയുടെ പക്ഷം. ഭർത്താവ് രാജേഷും അമ്മയും വീട്ടുകാരുമെല്ലാം സുചിത്രയുടെ കൂടെ പിന്തുണയുമായുണ്ട്. ന്യൂസ് 18 തിരൂർ. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. 5 ജില്ലാ കളക്ടർമാർക്ക് സ്ഥലമാറ്റം. എറണാകുളം ജില്ലാ കളക്ടർ രേണുരാജിനെ വയനാട്ടിലേക്ക് മാറ്റി. ഉമേഷ് NSK ആണ് പുതിയ എറണാകുളം കളക്ടർ. രേണുരാജ് വയനാട് കളക്ടറാകും. ഹരിത വി കുമാറിനെ തൃശൂരിൽ നിന്നും ആലപ്പുഴയിലേക്ക് മാറ്റി. VR കൃഷ്ണതേജിയാണ് പുതിയ തൃശൂർ കളക്ടർ. ഉമേഷ് ബാലകൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഉമേഷ്, 5 കളക്ടർമാർക്കാണ് സ്ഥലം മാറ്റം. വിശദാംശങ്ങൾ. IAS തലപ്പത്ത് ഒരു വലിയ അഴിച്ചുപണി നടത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് ജില്ലാ കളക്ടർമാരുടെ കാര്യത്തിലാണ് ഇപ്പോൾ മാറ്റം പ്രധാനമായുള്ളത്. അതിൽ ആലപ്പുഴ കളക്ടർ പുതിയ തൃശ്ശൂർ കളക്ടറായി, നേരത്തെ പുതിയ തൃശ്ശൂർ കളക്ടറായി നിലവിൽ ആലപ്പുഴ കളക്ടറായ VR കൃഷ്ണതേജിയെ ചുമതലപ്പെടുത്തി. നിലവിലെ ആലപ്പുഴ കളക്ടർ ഹരിത വി കുമാറിനെ നിലവിലെ തൃശ്ശൂർ കളക്ടർ ഹരിത വി കുമാറിനെ ആലപ്പുഴയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടാതെ ഡോക്ടർ രേണുരാജ് IAS എറണാകുളം കളക്ടറാണ്. എറണാകുളം കളക്ടറായ രേണുരാജിന് വയനാട് ജില്ലാ കളക്ടറായാണ് സ്ഥലമാറ്റം. രേണുരാജിന് പകരം നിലവിലെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലെ ചുമതലയുള്ള ഉമേഷ് NSK ആണ് എറണാകുളം കളക്ടറായി വരുന്നത്. ഇതുകൂടാതെ നിലവിൽ വയനാട് കളക്ടർ
കളക്ടറായ ഗീത AS കോഴിക്കോട് കളക്ടറായി മാറ്റിയിട്ടുണ്ട്. കൂടാതെ മറ്റ് ചില പോസ്റ്റുകൾ, അതായത് മുഹമ്മദ് Y IAS സ്പെഷ്യൽ ഡ്യൂട്ടി ഓൺ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായിരുന്ന മുഹമ്മദ് Y സൈഫുദ്ദുള്ളയ്ക്ക് അഡീഷണൽ ഹെൽത്ത് ഡയറക്ടറിൻ്റെ ചുമതല കൂടി നൽകിയിരിക്കുന്നു. കൂടാതെ സ്നേഹിൽ കുമാർ IAS ഇപ്പോൾ നിലവിൽ കേരള സ്റ്റേറ്റ് IT മിഷൻ ചുമതലയുള്ള ഡയറക്ടറാണ്. അദ്ദേഹത്തെ നിലവിൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് സ്പെഷ്യൽ ഡ്യൂട്ടിയിലേക്ക് ചുമതല നൽകിയിരിക്കുന്നു. ഉമേഷ് NSKയുടെ ചുമതലയ്ക്ക് പകരമാണ് ഇപ്പോൾ സ്നേഹിൽ കുമാർ IASനെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലെ ചുമതല നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനം രേണുരാജ് IAS നിലവിൽ എറണാകുളത്തെ തീപിടുത്തമെല്ലാം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എറണാകുളം കളക്ടർ രേണുരാജിനെ വയനാടേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. കൂടാതെ മറ്റ് ജില്ലയിൽ നിന്നേക്കല്ല, അതായത് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലെ ചുമതല ഉണ്ടായിരുന്ന ഉമേഷ് NSKയ്ക്കാണ് ഇപ്പോൾ എറണാകുളത്തിൻ്റെ ചുമതലയും നൽകിയിരിക്കുന്നത്. എന്നാലും അടിയന്തര നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു എറണാകുളവുമായി ബന്ധപ്പെട്ട്, എറണാകുളത്തെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് എന്ന് വേണം മനസ്സിലാക്കാനും. ഉമേഷ് ബാലകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. 4 കളക്ടർമാർക്ക് സ്ഥലമാറ്റം. ഇപ്പോൾ എറണാകുളം MP ഹൈബി ഈഡൻ മാധ്യമങ്ങളെ കാണുകയാണ്. ഇന്നലെ കോടതി ചോദിച്ചൊരു കാര്യത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് മറുപടി പറയാൻ സാധിക്കുന്നു. ഇത് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണോ നാച്ചുറൽ ഡിസാസ്റ്റർ ആണോ? ഇത് പറയാനുള്ള കാരണം അവിടെയെല്ലാം ഡൽഹിയിലെ പൊല്യൂഷൻ എന്ന് പറയുന്നത് പഞ്ചാബിലും ഹരിയാനയിലുമുള്ള സ്റ്റബിൾ ബേണിങ്ങും കാറിന്റെ എയർ പൊല്യൂഷനും കാറുകൾ മൂലമുണ്ടാകുന്ന പൊല്യൂഷനും ദിവാലി പോലുള്ള ഫെസ്റ്റിവൽസിൽ ഉണ്ടാകുന്ന പൊല്യൂഷനുമാണ്. എങ്കിൽ ഇവിടെ രാസമാലിന്യം പോലും ഈ ഇലക്ട്രോണിക് വേസ്റ്റും അതുപോലെ തന്നെ ബയോ വേസ്റ്റും ഹോസ്പിറ്റൽ വേസ്റ്റും പ്ലാസ്റ്റിക്കും ആയിരക്കണക്കിന് ടൺ പ്ലാസ്റ്റിക് ഒരേ സമയം കത്തി ഇവിടെ ഉണ്ടാകുന്ന വളരെ മനുഷ്യന്റെ ആരോഗ്യത്തെ പരിപൂർണമായി തകർക്കുന്ന, ഇന്ന് അമ്മയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് മുതൽ ചെറിയ കുട്ടികളിൽ വല്ലാതെ എഫക്ട് ചെയ്യുന്ന ഡിപ്രഷൻ രോഗങ്ങൾക്ക് കാരണമാകുന്ന പല രീതിയിലേക്കും ഇതിന്റെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ചിലപ്പോൾ പോസ്റ്റ് കോവിഡിന് ശേഷം ഇങ്ങനൊരു സാഹചര്യം, പല ആളുകൾക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വന്ന് മരണപ്പെടുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് ഇപ്പോൾ പോലും പറയാൻ സാധിക്കാത്ത വണ്ണം ഇന്ന് ഈ ദുർഗന്ധം ഉണ്ടാവാതാവും, ഇന്ന് ഈ ശ്വാസകോശമായ പ്രശ്നങ്ങൾ നിർത്തലാകുമെന്ന് കരുതിയാൽ അതിനേക്കാൾ നമ്മുടെ ഭാവിയെ പോലും നിർണ്ണയിക്കുന്ന ഒരു ഗുരുതര ആരോഗ്യ പ്രശ്നമായി ഇത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി ഇത് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇതിൽ ഇടപെടണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കോർപ്പറേഷന്റെ മേയർ ശ്രീ അഡ്വക്കേറ്റ് M അനിൽകുമാർ തൽസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. കാരണം ക്രിയാത്മകമായ ഒരു നടപടിയും ഈ ഫയർ ഫൈറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ കോർപ്പറേഷനോ സാധിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നടക്കുമ്പോഴും അത് ഭരിക്കുന്ന പാർട്ടി ഇവിടെ ജാഥ നടത്തുന്ന തിരക്കിലാണ്. ഇവിടെ തീ കത്തുപിടിക്കുമ്പോൾ അങ്കമാലിയിൽ പ്രധാനപ്പെട്ട CPMന്റെ നേതാക്കന്മാരെല്ലാം പ്രതിരോധ ജാഥയിലാണ്. ഇവര് പ്രതിരോധം നടത്തേണ്ടത് ഒരുപാട് കാര്യങ്ങളിൽ പ്രതിരോധം നടത്തേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷെ ഈ പ്രതിരോധം ജനങ്ങളുടെ ജീവനെ വെച്ചുകൊണ്ടാണ് നടത്തുന്നത് എന്നുള്ള യാഥാർത്ഥ്യബോധം ഇവർക്ക് ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീപിടുത്ത പശ്ചാത്തലത്തിൽ എറണാകുളം MP ഹൈബി ഈഡൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്തം മേയർ ഏറ്റെടുക്കണം, ഉത്തരവാദിത്തം ഏറ്റെടുത്ത മേയർ രാജിവെക്കണം. മനുഷ്യനിർമ്മിത തീപിടുത്തമാണ് അവിടെ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ MP വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ വേഗത്തിൽ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് വനിതാ ദിനം. മദ്യവർജനത്തിനു വേണ്ടി സ്വന്തം നാട്ടിൽ സമരം നയിച്ച ഒരു ആദിവാസി മുത്തശ്ശിയെ പറ്റിയാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വയനാട്ടിൽ നിന്നും പറയാനുള്ളത്. വയനാട് പയ്യമ്പള്ളി പണി കോളനിയിലെ മാക്ക എന്ന ആദിവാസി മുത്തശ്ശിയെ പരിചയപ്പെടാം.
ഇത് വയനാട് പയ്യമ്പള്ളി പണിയ കോളനിയിലെ മാക്ക എന്ന ആദിവാസി മുത്തശ്ശി. 2016 മുതൽ വർഷങ്ങൾ നീണ്ട മദ്യവിരുദ്ധ സമരം നടത്തിയ പോരാളിയാണിവർ. സ്ത്രീകൾ മാത്രമുള്ള സമരത്തെ മുന്നിൽ നിന്ന് നയിച്ചത് കോളനിയിലെ വെള്ളയും മാക്കയുമാണ്. 2 ആദിവാസി വീട്ടമ്മമാർ നടത്തിയ സമരമെന്ന നിലയ്ക്ക് അതന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. കോളനിയിലെ വ്യാപക മദ്യപാനവും രോഗങ്ങളും മരണങ്ങളുമാണ് അവരെ കോളനിക്ക് അടുത്ത പ്രദേശത്തുള്ള വിദേശ മദ്യ ഷോപ്പ് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യാൻ പ്രേരണയായത്. വർഷങ്ങൾക്കിപ്പുറവും പ്രായാധിക്യമുണ്ടെങ്കിലും മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമാണിവർ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു വെള്ളം എന്ന് പറഞ്ഞ അവളെ പിന്നെ 26 വയസ്സിലാണ് അവള് ഭർത്താവ് മരിക്കുന്നത്. ആ സമയത്താണ് ഈ മദ്യപാനം കൊണ്ടാണ് അയാൾ മരിക്കുന്നത്. മദ്യപാനം എപ്പോഴും ഫുൾ മദ്യപാനമായിരുന്നു. അങ്ങനെയാണ് അവന് മരിച്ചത്. പിന്നെ നോക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽ അതേമാതിരി തന്നെ മകൻ മദ്യപിക്കും, ഭർത്താവ് മദ്യപാനം, പിന്നെ എൻ്റെ മക്കൾ 2 മദ്യപാനായിരുന്നു. അങ്ങനെ ഒരാളും മരിച്ചു, ഏറ്റവും ഇളയതാണ് മരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോയിട്ട് ആ സമരം തുടങ്ങാനുള്ള കാരണം. നല്ല കർഷക തൊഴിലാളികളായ ആദിവാസി വിഭാഗങ്ങൾക്ക് ദൈനംദിനം ലഭിക്കുന്ന കൂലിപ്പണം ഏറെയും മദ്യഷോപ്പുകളിൽ തന്നെയാണ് ചെലവഴിക്കുന്നത്. കോവിഡ് കാലത്തെ മദ്യനിയന്ത്രണം ഉൾപ്പെടെ കോളനികളിൽ വലിയ ആശ്വാസം കൊണ്ടെത്തിച്ചതായി മുത്തശ്ശി പറയുന്നു. കൊറോണ കാലത്ത് നല്ല അനുഭവമായിരുന്നു. 3 മാസം ബിവറേജ് പൂട്ടിയിട്ടുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ കോളനിയിൽ കുടുംബത്തിൽ മക്കളും ഭാര്യ ഭർത്താക്കന്മാർ കുട്ടികൾ ഇവരൊക്കെ നല്ല സൗഹൃദമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു. ഒക്കെ അന്ന് കിട്ടിയ ഇടയ്ക്കൊക്കെ പണിക്ക് പോകുമായിരുന്നു. കിട്ടുന്ന തുക ആ പൈസ കൂലി പണിക്ക് പോയി കഴിഞ്ഞിട്ടുള്ള കൂലി അത് കൊണ്ടുവന്ന് വീട്ടിൽ ചെലവഴിക്കുമായിരുന്നു. ജില്ലയിലെ ആദിവാസി ഊരുകളിൽ കൃത്യമായ രീതിയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും മറ്റു നിരീക്ഷണങ്ങളും നടത്തിയില്ലെങ്കിൽ പുതുതലമുറ ഉൾപ്പെടെ പലവിധ ലഹരികൾക്ക് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. ലഹരിക്കെതിരെയുള്ള സമരപോരാട്ടങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന ഓർമ്മപ്പെടുത്തലാണ് മാക്കി എന്ന ഗോത്രമുത്തശ്ശി പറഞ്ഞു തരുന്ന പാഠം. ന്യൂസ് 18 വയനാട്. കുലത്തൊഴിലായ മൺപാത്ര നിർമ്മാണത്തിലൂടെ ജീവിതം കെട്ടിപ്പൊക്കിയ ഒരു അമ്മയുണ്ട് നിലമ്പൂരിൽ. നിലമ്പൂർ സ്വദേശിനി വിജയകുമാരി. ആ വിശേഷത്തിലേക്കാണ്. നിലമ്പൂർ അരുവാക്കോട്ടെ കളിമൺ പാത്ര നിർമ്മാണം സംസ്ഥാനത്ത് തന്നെ ഏറെ പ്രശസ്തമാണ്. കളിമണ്ണിന്റെ ക്ഷാമവും ഈ മേഖലയിലേക്ക് പുതുതലമുറ കടന്നുവരാൻ മടിക്കുന്നത് മൂലം ഈ മേഖല പ്രതിസന്ധി നേരിടുമ്പോഴാണ് തളരാത്ത മനസ്സുമായി വിജയകുമാരിയും സഹപ്രവർത്തകരും വേറിട്ട മാതൃക തീർക്കുന്നത്. 1.5 പതിറ്റാണ്ട് മുൻപാണ് വിജയകുമാരി മൺപാത്ര നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. ഓരോ പ്രദേശത്തെയും ആളുകൾക്ക് ഏതുതരം മൺപാത്രമാണ് വേണ്ടതെന്ന് അറിഞ്ഞാണ് അതത് പ്രദേശത്തെ മൺപാത്രങ്ങളുടെ വിൽപ്പന നടത്തുന്നത്. നിലമ്പൂരിലെ മായം കലരാത്ത കളിമണ്ണിൽ മെനഞ്ഞെടുക്കുന്ന മൺപാത്രങ്ങൾക്ക് തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ. മീൻകറി വയ്ക്കാനുള്ള മൺപാത്രങ്ങൾക്ക് കേരളത്തിന്റെ തെക്കൻ മേഖലകളിൽ വരെ ഉപഭോക്താക്കളുണ്ട്. വ്യവസായ വകുപ്പിന്റെയും കുടുംബശ്രീയുടെയും സഹായത്തോടെ വായ്പയെടുത്താണ് കുളക്കണ്ടത്തെ 20 സെന്റിൽ മൺപാത്ര നിർമ്മാണ യൂണിറ്റ് ഇവർ നടത്തുന്നത്. 3 വനിതാ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ 11 വനിതകൾ അടങ്ങുന്ന യൂണിറ്റിന്റെ അമരത്താണ് വിജയകുമാരി. 2007 മുതൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ പ്രതിസന്ധികളുണ്ട് ഞങ്ങൾക്ക്. പിന്നെ അതുപോലെ ഈ മേഖലയിലേക്ക് പുതിയ ആളുകൾ കടന്നു വരാത്തതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ആളുകൾ കുറേ ട്രെയിനിങ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ കുറേ ആളുകൾ ഇതിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇത് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ലൊരു വർക്കാണ്. പ്രകൃതിക്കിണങ്ങിയ പാത്രങ്ങൾ കെമിക്കലൊന്നുമില്ല നമ്മളിത് ചെയ്തു കൊടുക്കുന്നത്. കുറേ ആളുകൾക്ക് ഇത് അവർക്ക് നല്ല പാത്രങ്ങൾ കിട്ടാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നമ്മൾ അവരെ കൈകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതിനാണ് ഞാൻ അധികം ശ്രമിക്കുന്നത്. കളിമണ്ണിൽ തീർത്ത വിവിധ ദൈവങ്ങളുടെ ടെറാക്കോട്ട മ്യൂറൽ ചിത്രങ്ങളും ഇവരുണ്ടാക്കുന്നുണ്ട്. യേശുദേവന്റെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും ഗണപതിയുടെയും ഉൾപ്പെടെ കളിമണ്ണിൽ തീർത്ത രൂപങ്ങൾ ഇവിടെ തയ്യാറാണ്. ഭർത്താവ് അനിൽകുമാർ, മക്കളായ അഖിൽ, നിഖിൽ, അഞ്ജലി എന്നിവരുടെ പിന്തുണയാണ് വിജയകുമാരിക്ക് ഈ മേഖലയിൽ മുന്നോട്ടു പോകാൻ ഊർജമാകുന്നത്. ന്യൂസ് 18 മലപ്പുറം. ഫോട്ടോഗ്രാഫി രംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വനിതാ ഫോട്ടോഗ്രാഫറെ പരിചയപ്പെടാം. പത്തനംതിട്ട കോന്നി സ്വദേശിനി സിന്ധു 18 വർഷമായി ഫോട്ടോഗ്രാഫി തൊഴിലായി സ്വീകരിച്ചിട്ട്. സ്വന്തമായി സ്റ്റുഡിയോ ഉള്ള സിന്ധു വിദേശത്തും കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. 2003 സിന്ധു ഫോട്ടോഗ്രാഫി രംഗത്ത് എത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു തൊഴിൽ പഠിക്കണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു മനസ്സിൽ. പിന്നീടാണ്
ഫോട്ടോഗ്രാഫി സ്ഥിര വരുമാനമുള്ള തൊഴിലായി സ്വീകരിക്കുന്നത്. പുരുഷന്മാരുടെ കുത്തകയായ മേഖലയിലെത്തിയത് യാദൃച്ഛികമായിട്ടായിരുന്നെങ്കിലും സിന്ധു പതറിയില്ല. കോന്നിയിൽ സ്വന്തമായി ഒരു സ്ഥാപനവും തുടങ്ങി. കല്യാണ ആൽബങ്ങളും പൊതുപരിപാടികളും സ്ഥിരമായി ക്യാമറയിൽ ഒപ്പിയെടുത്തതോടെ ഫോട്ടോഗ്രാഫി ജീവിതമാർഗമാക്കാൻ തീരുമാനിച്ചു. ഞാൻ ഒരിക്കലും ഈ പ്രൊഫഷൻ പഠിക്കണമെന്നോ അങ്ങനെ ഒന്നും എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചിരുന്നില്ല. അവിചാരിതമായിട്ട് മനോജിൻ്റെ അടുത്ത് പോയി അങ്ങനെ പഠിച്ച് അത് പിന്നെ ഒരു പ്രൊഫഷനായിട്ട് അതൊരു ജീവിതമാർഗമായിട്ട് കണ്ട് മുന്നോട്ട് പോയ ഒരാളാണ് ഞാനത്. ഫോട്ടോ എടുക്കുന്നത് മുതൽ ആൽബം ഡിസൈനിങ് വരെയുള്ള ജോലികൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ സ്ത്രീകൾ കടന്നു വരാൻ മടിച്ചിരുന്ന മേഖലയിൽ കൂടുതൽ വനിതകൾ എത്തുന്നതിൽ സന്തോഷമുണ്ടെന്നും സിന്ധു പറയുന്നു. ഒരു 10-15 വർഷം മുന്നേ ആൾക്കാർ ഇതിനെ ഒരു പെണ്ണുങ്ങൾ ഫോട്ടോ എടുക്കുന്നത്, അപ്പോൾ അതൊരു ആണുങ്ങളെ കുത്തകയായിട്ടല്ല കണ്ടിരുന്നത്. ഇപ്പം പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇങ്ങനെ ആൾക്കാർക്ക് അങ്ങൊരു വേർതിരിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ആൾക്കാർ ഏകദേശം അതിനെ രണ്ട് സൈഡും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. തൊഴിൽ മേഖലയിൽ കൂടുതൽ പിന്തുണ നൽകുന്നത് സഹപ്രവർത്തകരായ പുരുഷന്മാരാണ്. നൂതന സാങ്കേതിക വിദ്യകൾ സഹപ്രവർത്തകരിൽ നിന്നാണ് പഠിച്ചെടുത്തത്. ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവുമാണ് വനിതാ ഫോട്ടോഗ്രാഫറെ മുന്നോട്ട് നയിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട.